വോയിസ് ഓഫ് ദി ചർച്ച് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ അധിപനായിട്ടുള്ള ആർച്ച് ബിഷപ്പ് കാർഡിനലായിട്ടുള്ള മാർ ക്ലീമീസ് പിതാവാണ്. പൊതുമേഖലയിലും സഭയിലും വളരെ അധികം ആക്റ്റീവായിട്ടുള്ള പിതാവിനെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സഭയുടെ ശബ്ദമെന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഇന്ന് കേൾക്കാം. പിതാവെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായി. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പിതാവെ, വിദ്യാഭ്യാസ മേഖല നമ്മളുടെ കത്തോലിക്കർ, ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ചും കത്തോലിക്കർ, കേരളത്തിലെ ഏറ്റവും വലിയ സംഭാവന ക്രിസ്ത്യാനികളുടേതായി ഉണ്ടായിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിലാണ്. ഇവിടുത്തെ സാമൂഹ്യ ഉച്ചനീതിത്വങ്ങളും ഈ അടുത്ത കാലത്ത് കുഞ്ഞാമൻ എന്ന് പറയുന്ന സുഹൃത്ത് മരിച്ച സമയത്തൊക്കെ എഴുതിയ ചില റൈറ്റപ്സൊക്കെ ആളുകളെല്ലാവരും വായിച്ചതാണ്. അതായത് ഏകദേശം ഒരു 50 വർഷം മുൻപ് വരെ നമ്മുടെ കേരളത്തിൽ തൊട്ടുകൂടായ്മ, തിണ്ടിക്കൂടായ്മ, അങ്ങനത്തെ വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ സമൂഹത്തെ ഇതിൽ നിന്നെല്ലാം വിമുക്തമാക്കുന്നതിൽ ചാവറയച്ചൻ തുടങ്ങി വെച്ച പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ള ആ ഒരു ഏത് മതത്തിൽപ്പെട്ടവർക്കും ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഒന്നിച്ചിരുന്ന് പഠിക്കാനുള്ളൊരു സംവിധാനം, അത് കേരളത്തിൻ്റെ സംസ്കാരത്തെ തന്നെ മാറ്റിയ ഒരു സംഗതിയാണ്. നമ്മളതിൻ്റെ നൂറ്റാണ്ടുകളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരു എക്സ്പ്ലോസീവ് ചേഞ്ച് എന്ന് പറയാം. ചാവറയച്ചൻ കൊണ്ടുവന്നൊരു എക്സ്പ്ലോസീവ് ചേഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന മേഖലയിൽ കത്തോലിക്ക സഭ പൈനിയേഴ്സാണ്, നമ്മൾ തുടക്കക്കാരാണ്. നമ്മൾ തുടങ്ങിയതിൻ്റെ പിന്നാലെ പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് മറ്റ് സമൂഹങ്ങളും സമുദായങ്ങളും ഗവൺമെൻറ് പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. ആ തുടങ്ങിയിടത്ത് നിന്ന് നമ്മൾ സ്കൂളുകളായി, കോളേജുകളായി, അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ വാസ്തവത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പം മറ്റ് സമുദായങ്ങളും ഗവൺമെൻറ്റുമൊക്കെ ഇന്ന് നമ്മൾ നടത്തുന്നത് പോലത്തെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം നമ്മളുടെ കത്തോലിക്ക സഭയ്ക്ക് ഇന്ന് ഈ വിദ്യാഭ്യാസത്തിലൊരു പയനിയർഷിപ്പ് ഇപ്പോഴത്തെ നിലയിലില്ല. നമുക്ക് പ്രത്യേകമായിട്ടൊരു ഐഡൻറ്റിറ്റി, നമ്മൾ നല്ല ഡിസിപ്ലിനുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നു എന്നുള്ളത് ശരിയാണ്. അതിനപ്പുറത്തേക്ക് ക്വാളിറ്റി വൈസ് നമ്മളുടെ സ്ഥാപനങ്ങളിൽ ഉള്ളത് വെച്ച് ക്വാളിറ്റിയെ കൊടുക്കുന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പം ഞാൻ 1980കളുടെ തുടക്കത്തിൽ കോളേജ് വിദ്യാഭ്യാസം ചെയ്ത ആളാണ്. എൻ്റെ സഹോദരി അതിനെ കഴിഞ്ഞ് മുമ്പ് ചെയ്തവരാണ്. ഞങ്ങളൊക്കെ കോളേജ് അധ്യാപകരാണ്. അപ്പോൾ ഈ കാലഘട്ടം ഞങ്ങൾ അന്ന് പഠിച്ച PG കോഴ്സിന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നും മിക്കവാറും നമ്മളുടെ സിലബസുകളിലൊക്കെ ഉള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ ഹൈലി പൊളിറ്റിസൈസ്ഡ് ആണ്. വൈസ് ചാൻസലർ നിയമനം മുതൽ ഇങ്ങോട്ട് മുഴുവൻ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് മാത്രം വരുന്ന ആളുകളാണ്. അവർക്കൊന്നും അക്കാഡമിക്സിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ അത് ഒരു വസ്തുതയാണ്. അപ്പോൾ അത് പബ്ലിക്കായിട്ട് പറയുമ്പോൾ ചിലപ്പം ആളുകൾക്ക് അനിഷ്ടം തോന്നിയേക്കാം, പക്ഷേ അതൊരു വസ്തുതയാണ്. എൻ്റെയും ഈ നാട്ടിലുള്ള ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങൾ ഇന്ന് മത്സരിക്കുന്നത് അവരുടെ ചുറ്റുവട്ടത്തിലുള്ള 4 പേരോടല്ല, അവർ മത്സരിക്കുന്ന ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരോടുമാണ്. അപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസം ഗ്ലോബൽ സ്റ്റാൻഡേർഡിലായിരിക്കണം. അപ്പോൾ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നൊരു സംവിധാനം, നമുക്ക് തന്നെ സിലബസുകൾ ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് പരിഗണനയിലുള്ള ഒരു സംഗതിയാണ്. ആ സംഗതി വരുമ്പോൾ നമ്മളുടെ സ്ഥാപനങ്ങൾ അത്തരം ഒരു സംവിധാനത്തിലേക്ക് മാറുകയും അന്താരാഷ്ട്ര നിലവാരമുള്ള സിലബസുകൾ, പ്രത്യേകിച്ചും സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലാണ് വലിയ ചേഞ്ച് വരിക. ആർട്സ് വിഷയങ്ങളിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് വരില്ല. അതിൽ ഒരു കാലാകാലം പുതിയ ഇൻഫർമേഷൻ വന്ന് ചേരുമെന്നല്ലാതെ സയൻസ് വിഷയങ്ങളിൽ വരുന്നത് പോലെ മൊത്തമായൊരു വ്യത്യാസം ആർട്സ് വിഷയങ്ങളിൽ വരില്ല. അപ്പോൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ ഒരു പയനിയേഴ്സ് ആവാൻ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുമ്പോൾ നമുക്ക് സാധിക്കേണ്ടതല്ലേ? സാധിക്കുമോ? പിതാവ് എന്ത് ചിന്തിക്കുന്നു? മാർ യോഹന്നാനോസ് കോളേജിൻ്റെ മാനേജർ എന്ന നിലയ്ക്ക് കൂടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. സാറ് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറഞ്ഞത്, സാറ് ഒരു അധ്യാപകനായും പ്രിൻസിപ്പളായും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റിവിറ്റി എനിക്കത് മനസ്സിലാകുന്നു. നമ്മൾ ഒരു കാലത്ത് പൈനിയേഴ്സ് ആയിരുന്നു. അന്ന് കുടിപ്പള്ളിക്കുടം മുതലുള്ള നമ്മളുടെ ഒരു പൈനിയർഷിപ്പ് ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞതുപോലെ ഇന്ന് ആ മേഖലയിൽ ധാരാളം പുതിയ കോർപ്പറേറ്റ് ഏജൻസികൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സ്ഥാപനങ്ങളെക്കാൾ 10 മടങ്ങ് ആകർഷണീയമായ രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് സാധിക്കുന്നു. സാറ് സൂചിപ്പിച്ച ആ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു നല്ല മാതൃകാപരമായ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ നമുക്കിപ്പോഴും ഒരു പരിധിവരെ സാധിക്കുന്നു എന്നതാണ് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു പോസിറ്റീവ് ഘടകം.
സിലബസിനെ കുറിച്ച് സാറ് സൂചിപ്പിച്ചത് വളരെ ചിന്തോദീപകമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു, എന്താണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം? നമ്മുടെ കുട്ടികളെന്ന് പറയുന്ന ഒരു പക്ഷേ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. നമ്മുടെ പുതിയ തലമുറയുടെ ഡിസൈൻ, ജീവിതത്തിൻ്റെ പല ശാസ്ത്ര ബോധം അല്ലെങ്കിൽ ചരിത്രപരമായ ബോധം അല്ലെങ്കിൽ ധനതത്വശാസ്ത്രത്തിൻ്റെ ബോധം എങ്ങനെയായിരിക്കണം? ഇത് 50 വർഷം മുമ്പുള്ള കാര്യം ഏതാണ്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇപ്പോഴും നമ്മുടെ ഈ സിലബസിൽ പോകുന്നു. കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രം. അത് മാത്രം. അതിനേറ്റവും ഉദാഹരണം പറഞ്ഞാൽ ഈ സിലബസ് പരിഷ്കരണം എന്ന് പറയുന്നത് അപൂർവമായി നടക്കുന്ന ഒരു കാര്യമായിരിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഫാസ്റ്റായി ചേഞ്ചസ് വരുന്നെന്ന് പറയുന്നു. മാറ്റമാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നു. പക്ഷേ ദർ ആർ ഏരിയാസ് വേർ ദർ ഈസ് നോ ചേഞ്ച്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഈ മേഖലയിൽ നമുക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ്. അതായത് സമൂഹത്തിൽ ഇതൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് കുറച്ചുകൂടി ഒരു ഇൻ്റർഫേസ് കണക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് സ്റ്റഡീസും ബിസിനസ്സും തമ്മിൽ, അല്ലെങ്കിൽ ലോയും ബിസിനസ്സും തമ്മിൽ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് വരുന്നു. ഈ സിലബസിൻ്റെ പരിഷ്കരണം പുതിയ കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, വന്ന മാറ്റങ്ങൾ നമ്മുടെ തലമുറയുടെ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് അടുത്ത ഘട്ടത്തിൽ വീണ്ടും നമുക്ക് പരിഷ്കരിക്കണം. ഇതിൽ നമ്മൾ കേരളം സാക്ഷരതയിൽ 1-ാം സ്ഥാനത്താണെങ്കിലും അപ് ടു ദ മാർക്ക് ഒന്നുമായിട്ട് പരിതാപകരമാണ്. അതിൽ നമുക്കൊരു ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് നടക്കുന്നു എന്ന് പറയാൻ സത്യസന്ധമായി എനിക്കാവുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി പഠിക്കുന്നു. പുറത്തേക്ക് പോകുന്നതിനൊരു താല്പര്യമുണ്ട്, അതൊരു പ്രധാന ഘടകമാണ്. പക്ഷേ പുറത്തുനിന്ന് വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ട്. അവരെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് പോലെയുള്ള ഒരു സിലബസോ ഒരു സംവിധാനമോ നമുക്ക് സാധിക്കുന്നില്ല. 10-ാം ക്ലാസ് കഴിഞ്ഞാൽ 12-ാം ക്ലാസ് നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. പിന്നീട് യൂണിവേഴ്സിറ്റിയിലെ ബാച്ചിലറേറ്റ്, പോസ്റ്റ് ഗ്രാജുവേഷൻ. കോളേജിലേക്ക് വരുമ്പോൾ നമ്മളുടെ സർക്കാർ കോളേജോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജോ സെൽഫ് ഫിനാൻസിങ് കോളേജോ, അടുത്തൊരു സ്റ്റേജ് ഓട്ടോണമി വരുന്നു. നമ്മുടെ ഓട്ടോണമിയൊക്കെ ടൈംഡ് ഓട്ടോണമി ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. ഇന്ത്യ ആകമാനം ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ വരുന്ന സാഹചര്യത്തിലാണ്. സാറ് സൂചിപ്പിച്ച നമ്മുടെ സഭയുടെ ഒരു ദൗത്യം അടുത്തൊരു സ്റ്റേജിലേക്കാണ്. ഇതുള്ളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതല്ല. അതായത് ഒരു കാലത്ത് നമ്മളിതിൻ്റെ പൈനിയേഴ്സായിട്ട് നിന്നതുപോലെ പുതിയ വിദ്യാഭ്യാസ പ്രക്രിയയിൽ പൈനിയർഷിപ്പ് എടുക്കാൻ സഭയ്ക്ക് കഴിയുമോ? തീർച്ചയായും കഴിയേണ്ടതാണ്. കാരണം നമ്മൾ ഇൻ്റർനാഷണൽ സംവിധാനമാണ് നമ്മൾ ആസ് സച്ച്. ലോകത്ത് നടക്കുന്ന മാറ്റം, വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിട്ടുള്ള വളർച്ച, അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പുതിയ ഒരു അപ്രോച്ച് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നമ്മളിതിനൊരു മൊണോപ്പൊളൈസിങ് ഒരു ആറ്റിറ്റ്യൂഡല്ല, എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നടത്താൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് നമുക്ക് നടത്താൻ സാധിക്കുന്നത് ഒരു ഗ്രാമത്തെ സംബന്ധിച്ച് വലിയ കാര്യമായിരിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് സമയം അതിക്രമിച്ചു, നമ്മൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ. അപ്പോൾ അതിൽ നമുക്ക് വ്യക്തമായ ദർശനത്തോടുകൂടി ഈ മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ക്വാളിറ്റിയും മൊറാലിറ്റിയും എത്തിക്സും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൽ. അപ്പോൾ പലപ്പോഴും ഈ പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ അത്
അഴിമതികൾ നടക്കും, അവിടെ വലിയ ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറയുന്നത് സർക്കാർ തലത്തിൽ നടത്തുന്നതെല്ലാം അഴിമതി വിമുക്തവും ബാക്കിയുള്ളതെല്ലാം അഴിമതി പൂർണ്ണവുമാണ് എന്ന ഒരു ധാരണയിലാണ്. അതേക്കുറിച്ച് ഞാൻ വിധി പറയാൻ ആളല്ല, എങ്കിലും അങ്ങനെയുള്ള പഴുതുകൾ അടച്ച് ചെയ്യാൻ നമുക്ക് കഴിയുമല്ലോ. അഴിമതി നടക്കാതെ ഇരിക്കാനുള്ള സംവിധാനം നിയമപരമായി ക്രമപ്പെടുത്തുകയും അക്കാഡമിക് ഫ്രീഡം ടു ദ മാക്സിമം, ഇതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അടുത്ത ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇതിനകത്ത് പുറന്തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യം എൻഷുർ ചെയ്യുന്ന ഒരു പദ്ധതിയും കൂടി നമ്മൾ കണ്ടെത്തണം. തീർച്ചയായിട്ടും സഭ എന്ന നിലയ്ക്ക് അത് അത്യാവശ്യമാണ്. സോഷ്യൽ റിയാലിറ്റിയാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള സഭയ്ക്ക് അത് കണ്ണടയ്ക്കാൻ ആവില്ല. അതേസമയം ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഒരു പറ്റം പുതിയ തലമുറയെ പരിശീലിപ്പിക്കാൻ അക്കാഡമിക് ഫ്രീഡം കൊടുക്കുന്ന ഒരു സംവിധാനത്തിനെ ഈ യൂണിവേഴ്സിറ്റി ക്രമീകരണം വഴി പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. ഈ എയ്ഡഡ് കോളേജിൻ്റെ അടുത്ത ഒരു ബോർഡ് മാറ്റിയിട്ട് വേറൊരു ബോർഡ് വെക്കുന്നത് വഴി ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ അക്കാഡമിക് ഫ്രീഡം എൻഷുറിങ് ദറ്റ് തിങ്സ് ആർ ഡൂയിങ് വെൽ ഓവർ ദെയർ വിതൗട്ട് എനി കറപ്ഷൻ, അത് നമുക്ക് സാധിക്കും. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തകരും സർക്കാരുകളും ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട സമയം അതിക്രമിച്ചു. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരു 100 പേര് വിദേശത്തേക്ക് പഠനത്തിനായി പോയി കാണും. അപ്പോൾ ഇതിന് നമുക്കൊരു ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് നൽകുന്ന ഒരു വ്യക്തമായ സൂചന, ഇന്ന് മാർക്കറ്റിൽ ആവശ്യമുള്ള വിദ്യാഭ്യാസമല്ല നമ്മൾ നൽകുന്നത് എന്നാണ്. അതെ, അത് തേടിയാണല്ലോ വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുന്നത്. അതെ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിന് ആവശ്യമുള്ള വിദ്യാഭ്യാസം നമ്മളുടെ സ്ഥാപനങ്ങൾ നടത്താൻ പറ്റണം. ആ വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് തൊഴിൽ ഉറപ്പായിരിക്കും. കാരണം നമ്മളൊരു മാർക്കറ്റ് സർവേ നടത്തി അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനവുമായി ടൈപ്പ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ജോലിക്കാർ, അവരൊക്കെ എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിച്ചവരെയാണ് ആവശ്യം, ആ വിദ്യാഭ്യാസമാണ് ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ നൽകേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു അഴിമതിയുടെ പ്രശ്നം വരുന്നില്ല, ഇതൊരു കോമ്പറ്റീഷനാണ്. അതെ, നമ്മൾ ഇത്തരം വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നല്ലത് കിട്ടിയാൽ മാത്രമേ വിദ്യാർത്ഥി അവിടെ വരൂ, ഇല്ലെങ്കിൽ വിദ്യാർത്ഥി വരില്ല. അല്ല, ഇതിനോട് ചേർത്ത് നമ്മൾ ഇപ്പോൾ ഈ തൊഴിൽ സാധ്യതയെക്കുറിച്ചാണ് നമ്മളെപ്പോഴും കൂടുതൽ സംസാരിക്കുന്നത്. ഇതൊരു ജോലി അന്വേഷിച്ച് പോകാൻ ഒരാളെ പ്രാപ്തനാക്കുന്ന എലിജിബിലിറ്റി എന്നത് ഒരു ഘടകമാണ്. മറിച്ച് ചിന്തിക്കേണ്ട സമയം കൂടി ആയില്ലേ, തൊഴിൽ കൊടുക്കാൻ ഈ വിദ്യാർത്ഥിയെ ഓൺട്രപ്രണർഷിപ്പ് പ്രാപ്തനാക്കുന്ന ഒരു സ്വയം സംരംഭകത്വത്തിൻ്റെ ആളായിട്ട് കൂടി നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറണം. അതെ അതെ, ജോബ് പ്രൊവൈഡേഴ്സ് വേണം, ജോബ് സീക്കേഴ്സും വേണം, ജോബ് പ്രൊവൈഡേഴ്സും വേണം. നമ്മുടെ ബെസ്റ്റ് ബ്രെയിൻ എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും? നമ്മുടെ ബെസ്റ്റ് ബ്രെയിൻ അപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നമ്മുടെ ബെസ്റ്റ് ബ്രെയിൻ വാങ്ങിക്കൊണ്ടു പോകുന്നു. അത് നമ്മൾ വീണ്ടും അതേ പഴയ അവസ്ഥയിൽ നിൽക്കുന്നു. നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് കൊടുക്കുകയാണ്. ബട്ട് വി നീഡ് ദം ബാക്ക്. നമുക്ക് അവരുടെ ഈ ശേഷി തിരിച്ചു കിട്ടണം. ഇന്ത്യൻ ബ്രെയിനിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നാസ എന്ന് പറയുന്ന സംവിധാനം, അത് 30ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സയൻറ്റിഫിക് നെറ്റ്വർക്കാണ്. ഏകദേശം 4 ലക്ഷത്തോളം സയൻറ്റിസ്റ്റുകൾ ഇതിൻ്റെ പെർവ്യൂവിൽ വരുന്നുണ്ട്. ഈ സയൻറ്റിസ്റ്റുകൾ 30 മുതൽ 35% വരെ ഇന്ത്യക്കാരാണ്. അതെ, ആ ഇന്ത്യക്കാരിൽ നല്ലൊരു ശതമാനം മലയാളികളാണ്. അതെ. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് പോയ സൂപ്പർ ബ്രെയിനുകളാണ്, നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ട ബ്രെയിനുകളാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി, പിതാവ് നേരത്തെ സൂചിപ്പിച്ച ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിലെ എഡ്യൂക്കേഷണൽ +2 തലത്തിലെ ഒരു വിഷയമാണത്. നമ്മൾ ഇവിടെ PG തലത്തിൽ പോലും അങ്ങനത്തെ ഒരു വിഷയം പഠിപ്പിക്കുന്നില്ല. നമുക്ക് കേട്ടുകേഴ്വി പോലും ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ളത് നമ്മുടെ സിലബസിൻ്റെ ഭാഗമേ അല്ല. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു തൊഴിൽ സംരംഭകനെ സൃഷ്ടിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സിലബസ് റിവിഷൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പുതിയ ഒരു സെക്ടറിലേക്ക് കടക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കത്തോലിക്കരെ കുറിച്ച് എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ സങ്കടം നമ്മളുടെ കർഷകരുടെ അവസ്ഥയാണ്. നമ്മൾ കൃഷിക്കാരാണ്, ഞാനടക്കം കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്നാൽ ഇപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള തൊഴിൽ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കൃഷിയാണെന്ന് പറയും. കാരണം ഒരു റബ്ബർ തൈ ആവട്ടെ, ഒരു വാഴത്തൈ ആവട്ടെ, അത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വളർന്നു വരുന്ന കാണുന്നത് ഒരു വല്ലാത്ത ആനന്ദമാണ്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് അങ്ങനെയാണ്. വാസ്തവത്തിൽ കൃഷിക്കാരനാണ് സമൂഹത്തിൻ്റെ പ്രൊഡ്യൂസർ, അവനാണ് സമൂഹത്തിന് ഭക്ഷണം സെർവ് ചെയ്യുന്നത്.
അവന് ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു കർഷകൻ അവൻ എന്ത് കൃഷി ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്താലും ആ സാധനത്തിന് മാർക്കറ്റുണ്ട് എന്ന് ഗവൺമെൻറ് ഉറപ്പാക്കിയിരിക്കും. എത്ര ടൺ ഗോതമ്പ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താലും അമേരിക്കയിലാണെങ്കിൽ ആ ഗോതമ്പ് മുഴുവൻ അവൻ വിതയ്ക്കുന്നതിന് മുൻപ് തന്നെ ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗോതമ്പിൻ്റെ വില നിശ്ചയിക്കുകയും ആ ഗോതമ്പ് ഗവൺമെൻറ് വാങ്ങിക്കുകയും ചെയ്യും. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട വാഴക്കുലയും വെട്ടി അല്ലെ നട്ട കപ്പയും പറിച്ച് കർഷകർ മാർക്കറ്റ് തേടി അലയുകയാണ്. അപ്പോൾ അവൻ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾക്ക് മാർക്കറ്റില്ല. അവൻ്റെ സാധനങ്ങൾ മൃഗങ്ങൾ നശിപ്പിക്കുന്നു. പ്രത്യേകിച്ചും മാധ്യമങ്ങളും ഒരു പരിധിവരെ പട്ടണവാസികളായ മനുഷ്യരും കർഷകരെ ശത്രുക്കളെ പോലെ കാണുന്നു. കടുവയുടെ ആക്രമണം, ആനയുടെ ആക്രമണം എന്നൊക്കെ പറഞ്ഞ് കർഷകൻ കരയുമ്പോൾ അതിനെതിരെ കേസുമായി കോടതിയിൽ പോകാൻ വരെ ആളുകളുണ്ടാകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പിതാവിൻ്റെ വീക്ഷണം എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെയോ ഒരു സമ്പദ് വ്യവസ്ഥയുടെയോ ഒരു സംസ്കാരത്തിൻ്റെയോ ആകെത്തുക പരിശോധിക്കുമ്പോൾ ഇതിലോരോ വിഭാഗത്തിനും അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളാണ്. തമിഴ്നാട്ടിൽ നിന്ന് ആഹാര സാധനങ്ങൾ വന്നില്ലെങ്കിൽ തലസ്ഥാന നഗരിയിലെ നമ്മുടെ ജീവിതം ദുസ്സഹമാണ്. ലോറി സമരം വല്ലതും വന്നുപോയാൽ അതിൻ്റെ കെടുതിയുണ്ട്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമ്മൾ വാങ്ങിക്കൂട്ടുന്നു. എന്നാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ അർഹമായ പരിഗണന കൊടുക്കുന്നുമില്ല. അപ്പോൾ നമ്മുടെ കർഷകർ അനുഭവിക്കുന്ന ഒരു കെടുതി ഇത് ഉപേക്ഷിച്ച് പോകണോ വേണ്ടയോ? ചുറ്റുപാടുമുള്ളവരെല്ലാം പറയുന്നത് മക്കളെ ഈ പണിക്ക് വിടരുത്, മക്കളെ ഈ പണിക്ക് വിടരുത്, ഇത് ജീവിക്കാൻ പറ്റുകയില്ല. എന്നാൽ അടിസ്ഥാനപരമായി ഇതിന് കാർഷിക വിളകളില്ലാതെ എങ്ങനെ മനുഷ്യൻ ജീവിക്കും? കമ്പ്യൂട്ടറിൽ നിന്ന് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ആഹാര സാധനങ്ങൾ, കാർഷിക വിളകൾ ഇതെല്ലാം ഇന്നവിറ്റബിളാണ്, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് നമ്മൾ പറയും ഒരു കാരണവശാലും അങ്ങോട്ട് തിരിയരുത്. നമ്മുടെ ഈ നാട്ടിൽ എത്രയോ IT ഡെവലപ്മെൻറ്റിനുള്ള എൻഹാൻസ്മെൻ്റ് ഉണ്ടായി. പുതിയ കാർഷിക കോളേജുകൾ എത്ര എണ്ണം തുറന്നു ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത്. നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷനാണ്. ഇതിൻ്റെ ശാസ്ത്രീയമായ കൃഷി സമ്പ്രദായത്തെക്കുറിച്ച് ഒരു ഗവേഷണം നടത്താൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? ഇതിൽ നമുക്ക് താല്പര്യമില്ല, ഇതിലേർപ്പെട്ടിരിക്കുന്നവരെക്കുറിച്ച് ഒരു ബഹുമാനവുമില്ല, ഒരു കരുതലുമില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് നല്ല ശമ്പളം, റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ സമാനമായ പരിഗണന, ഇനി മരണപ്പെട്ടതിന് ശേഷവും ആശ്രിതർക്ക് പരിഗണന. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സമ്പ്രദായങ്ങളാണ്. വാഴ കൃഷി ചെയ്യുന്നവൻ്റെ വാഴ ഒടിഞ്ഞു കിടക്കുന്നത് പോലെ ഈ കൃഷിക്കാരൻ്റെ നടുവ് ഒടിഞ്ഞു കിടക്കുകയാണ്. ഇവരെ പരിഗണിക്കാൻ ഇവിടെ ഒരു സമ്പ്രദായം വ്യവസ്ഥാപിതമായി വരുന്നില്ല. ഇവന് വേണ്ടി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പരിസ്ഥിതിക്കെതിരെയുള്ള അഭിപ്രായമായി രേഖപ്പെടുത്തുകയും പരിസ്ഥിതി വിരോധികളായി പരിഗണിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. നമ്മൾ പോലെ സംസാരിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ എവിടെയെങ്കിലും പറഞ്ഞ ഒരു കോട്ട് എടുത്തുകൊണ്ട് വന്ന് പാപ്പ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ പരിസ്ഥിതിക്കെതിരായി സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകളും കുറവല്ല. ഈ കർഷകർ നിലനിന്നില്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തുണ്ടാക്കുന്ന കുറച്ച് പ്രോഡക്ട്സ് ഇവിടെ വിറ്റഴിക്കപ്പെടും. ഒരുപക്ഷെ അതായിരിക്കും ആഗ്രഹം, ഒരുപക്ഷെ അതായിരിക്കും പ്ലാനിങ്, ഇവിടെ വില കുറച്ച് കിട്ടും. പക്ഷേ ഇവിടുത്തെ കർഷകനുണ്ടാക്കുന്ന ഈ കാർഷിക വിളകൾ ഏറ്റെടുക്കാൻ ബാധ്യതയുള്ളത് ആർക്കാണ്? വാസ്തവത്തിൽ സർക്കാരുകൾ ചെയ്യേണ്ട കാര്യമാണ്, ഒന്നാമത് ചെയ്യേണ്ടത്. ഇനിയും ഈ കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ഇൻഷുറൻസ് പദ്ധതി ഗൗരവതരമായി ഉണ്ടോ? ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്ന, ഞാനിത് കാറ്റഗറി പറയുന്നില്ല, ചില വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് പെൻഷൻ, സർക്കാരിൻ്റെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഒരു വശത്ത് നിൽക്കട്ടെ,
കടുവ വന്ന് ആക്രമിച്ച് ഈ കർഷകനെ ഇല്ലാതാക്കുന്നു. ഈ കർഷകൻ ഇൻഷുറൻസ് ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കടുവയ്ക്കുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി എന്താണ്? സത്യസന്ധമായി സംസാരിക്കുമ്പോൾ ഉയർന്ന ശമ്പളം കൊടുത്ത് നിലനിർത്തുന്ന ചില ഘടകങ്ങളിലെ ആളുകളും അവരുടെ പെൻഷൻ, അവരുടെ കുടുംബത്തിനുള്ള ഈ മെഡിക്കൽ കെയർ, അവർക്കാവശ്യമായ അവധി എല്ലാം എൻഷുർ ചെയ്യുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ട്. കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് കൃഷി ചെയ്യുന്ന, ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, ഏതെങ്കിലുമൊക്കെ കാരണത്തിൻ്റെ പേരിൽ വനത്തിൻ്റെ അടുത്തേക്ക് തള്ളപ്പെട്ടു പോയ കുടുംബങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വയനാട് പോലെയുള്ള മേഖലകളിൽ കടുവയും പുലിയും ഒക്കെ ഇറങ്ങി ആക്രമിക്കുന്ന സാഹചര്യം വരുമ്പോൾ ഈ വിഷയം സംസാരിക്കുന്നത് തന്നെ അരോചകമായി കാണുന്ന ഒരു മനസ്ഥിതിയിൽ ബന്ധപ്പെട്ടവർ ഇടപെടുമ്പോൾ എന്താ പറയുക? സംസാരിക്കുമ്പോൾ സർക്കാരിനെ ഭയപ്പെടുത്തുന്നോ ഭീഷണിപ്പെടുത്തുന്നോ ഒക്കെയുള്ള ഭാഷ വരുന്നു. പക്ഷേ ആരും പറയാതെ തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ പാവപ്പെട്ട മനുഷ്യർ ചെയ്യുന്ന വളരെ ശ്രമകരമായ ജോലി, അത്ഭുതകരമായ സംഭാവന നമ്മെ നിലനിർത്തുക എന്നുള്ളതാണ്. അവരെ രാജ്യമൊന്നായി വാസ്തവത്തിൽ ബഹുമാനിച്ച് ആദരിക്കേണ്ടതാണ്. കടുവ പിടിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. ഇനി ഈ കടുവയെ, വന്യമൃഗങ്ങളെ വല്ലതും ആക്രമിച്ചാൽ ജീവപര്യന്തമോ ജാമ്യമില്ലാത്ത വകുപ്പോ പെടുത്തി ആളുകളെ തടവിലാക്കുന്ന നിയമവ്യവസ്ഥ നമുക്കുണ്ട്. ഈ കടുവയെ, ഇത്രയും മനുഷ്യരെ കൊന്നൊടുക്കിയ ഈ കടുവയെ ഒന്ന് കൂട്ടിലാക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിൽ, അത് നമ്മളീ പറയുന്നത് കഥയാണോ എന്ന് പോലും പിൽക്കാലത്ത് മനുഷ്യർ സംശയിക്കും. മനുഷ്യനാണോ കടുവയ്ക്കാണോ വിലയെന്ന് ഞാൻ ചോദിച്ചാൽ എന്താ മറുപടി പറയുക? എന്തുകൊണ്ട് നമ്മുടെ വ്യവസ്ഥാപിതമായ ഒരു ഭരണ സംവിധാനത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല? കാടിറക്കി മനുഷ്യൻ്റെ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിക്കാനാണ് താല്പര്യം. ഇവൻ്റെ മുൻപിലുള്ള വേലി കുറച്ചുകൂടി കാട്ടിലേക്ക് മാറ്റിവെച്ച് ഇവന് വിസ്തൃതി വർദ്ധിപ്പിക്കാനല്ല, ഇവൻ ആർജിച്ചെടുത്തതും അധ്വാനിച്ചുണ്ടാക്കിയതുമായ ഈ കാർഷിക ഭൂമിയെ പരിമിതപ്പെടുത്തി ഇവൻ്റെ മുറ്റത്തേക്ക് കടുവയെ എത്തിക്കുന്ന ഒരു മനോഭാവം എന്നതുപോലെ പ്രവർത്തിക്കുന്നു. ഇത് വളരെ അപലപനീയമായ സമീപനമാണ്. മനുഷ്യരോട് ബഹുമാനമില്ലാത്ത അവസ്ഥയാണ് ഇത്. ഇവിടെ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ആദിവാസിയെന്നോ വ്യത്യാസമൊന്നുമില്ല. ഇവരധ്വാനിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ട് ഇതൊരു സേവന മേഖലയായി സർക്കാർ പ്രഖ്യാപിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ കർഷകരെ, ഈ നമ്മുടെ സംസ്ഥാനത്തിലെ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യരായി പരിഗണിച്ച് അവരെ നമുക്ക് അംഗീകരിച്ചുകൂടാ? ഇവിടെ KSRTC നഷ്ടത്തിലല്ലേ പോകുന്നത്? എത്രയോ കോടാനുകോടി രൂപ മുടക്കുന്നു. മുടക്കുന്നതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉള്ളത്, ഏക ജസ്റ്റിഫിക്കേഷൻ എന്താ? ഇതൊരു സർവീസ് സെക്ടറാണെന്നുള്ളതാണ്. നാട്ടിൽ ഇത്രയേറെ സ്വകാര്യ വാഹനങ്ങൾ വർദ്ധിച്ചു, പൊതുവാഹനക്രമങ്ങളിൽ വ്യത്യാസം വന്നു, എങ്കിലും KSRTC ഒരു സർവീസ് സെക്ടറാണ്. അതിൻ്റെ പേരിലാണ് കോടാനുകോടി രൂപ ചെലവഴിച്ചിട്ടും നമ്മളിതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ടോളറേറ്റ് ചെയ്യുന്നതുമായ വസ്തുത. ഇവിടെ കാണുന്ന കാഴ്ച, ഇവൻ കടുവയോട് മല്ലടിക്കണം, കാലാവസ്ഥയോട് മല്ലടിക്കണം, അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം, ഇതിൻ്റെ ബെനിഫിറ്റ് ഉപയോഗിക്കുന്നവരാരും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന അവസ്ഥ ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ബന്ധപ്പെട്ടവരുടെ കണ്ണ് തുറക്കട്ടെ എന്ന് പറയുന്നതിനേക്കാൾ അവരുടെ മനസ്സ് ഈ കാര്യത്തിലൊന്ന് തുറക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. ഇതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചു പോയാൽ ഇവരെല്ലാം പരിസ്ഥിതി വിരോധികളും, അവ കടുവയെ നമുക്ക് കൂട്ടിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ചോദിച്ചയാളിനെതിരെ കേസെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇവിടെ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കപട പരിസ്ഥിതിവാദം ഇവിടെ പ്രബലമാണ്. അപ്പം ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ ആവാസയോഗ്യമായ ഒരു സ്ഥലം നമുക്ക് സജ്ജീകരിക്കേണ്ടത് ഉള്ളപ്പോൾ മൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള,
മനുഷ്യരെക്കാൾ പ്രാധാന്യം, അതാണ് ഞാൻ ഉദ്ദേശിക്കുക, കൊടുത്തുകൊണ്ടുള്ള ഒരു വ്യവസ്ഥിതി. ഇസ് ഇറ്റ് ഹ്യൂമൻ? നമ്മളെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അക്ഷരം വായിച്ചാൽ അതിൻ്റെ ആന്തരിക അർത്ഥം വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ താമസിക്കുന്ന കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത് എന്ത് ഇങ്ങനെ സംഭവിക്കുന്നു? വളരെ ഖേദകരമായ ഒരവസ്ഥയാണ്. ഈ പരിസ്ഥിതി എന്നുള്ള വാക്ക് അങ്ങ് ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മളുടെ ഈ പരിസ്ഥിതി മുഴുവൻ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായി കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള സാധനം കൊണ്ട് കുത്തി നിറച്ച് നമ്മളുടെ കാലാവസ്ഥ മുഴുവൻ നശിപ്പിച്ച് മഴയ്ക്കും വെയിലിനും കാലമില്ലാതാക്കി മാറ്റിയവർ ഇവിടെ യഥേഷ്ടം വ്യാപരിക്കുമ്പോഴാണ് കൃഷിക്കാരൻ മണ്ണി കിളയ്ക്കുന്നത് കൊണ്ടാണ് പരിസ്ഥിതിക്ക് കേടുപറ്റുന്നതെന്ന് ഓരോരുത്തർ പ്രഖ്യാപിക്കുന്നത്. എന്തൊരു വലിയ കോൺട്രഡിക്ഷനാണ്. പരിസ്ഥിതി നിരന്തരമായി നശിപ്പിക്കപ്പെടുന്നുണ്ട്. അത് കർഷകർക്ക് അതിനകത്ത് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. അവർ പരിസ്ഥിതിയെ വാസ്തവം സംരക്ഷിക്കുന്നവരാണ്. അവർ കയ്യാല കെട്ടിയും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുമൊക്കെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നവരാണ്. അവരെ പരിസ്ഥിതി നശിപ്പിക്കുന്നവരായി ചിത്രീകരിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയലൈസേഷനാണ് വാസ്തവത്തിൽ പരിസ്ഥിതി നശിപ്പിക്കുന്നത്. ആ ഒരു സെക്ടറിനെ തീർത്തും ഇഗ്നോർ ചെയ്ത് പിതാവ് ഉപയോഗിച്ച വാക്കാണ് കപട പരിസ്ഥിതിവാദമാണ് വാസ്തവത്തിൽ ഇതിലൊക്കെ സംഭവിക്കുന്നത്. പുലിയെ സംരക്ഷിക്കുന്നതും നാട്ടിലിറങ്ങുന്ന പുലിയെ സംരക്ഷിക്കുന്നതും നാട്ടിലിറങ്ങുന്ന ആനയെ സംരക്ഷിക്കുന്നതുമാണ് പരിസ്ഥിതിവാദം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുതരം എന്താ പറയുക, അതിന് ശരിക്കും വാസ്തവത്തിൽ എനിക്ക് പ്രോപ്പറായിട്ടുള്ള വാക്ക് കിട്ടുന്നില്ല. സഹജീവിയോട് കാണിക്കാൻ, സ്വന്തം സഹോദരനോട് സ്നേഹം കാണിക്കാൻ സാധിക്കാതെ കാട്ടുമൃഗത്തോട് സ്നേഹം കാണിക്കുന്ന ആ ഒരവസ്ഥ അത് നമ്മുടെ നാട്ടിൽ വളരെ പ്രബലമാണ് എന്ന് പറയാതെ നിവർത്തിയില്ല. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് പിതാവ് പറഞ്ഞത് തീർത്തും ശരിയാണ്. ഇവിടെ മനസ്സാണ് തുറക്കേണ്ടത്, കണ്ണല്ല തുറക്കേണ്ടത്. എല്ലാ മനുഷ്യരും ഒരുപോലുള്ള മനുഷ്യരാണ്. ശമ്പളം വാങ്ങിക്കുന്നവർ ശമ്പളം വാങ്ങിച്ചോട്ടെ, അതിന് പ്രൊട്ടക്ഷൻ അവർ അനുഭവിച്ചോട്ടെ. എല്ലാവർക്കും ഇത് അവകാശപ്പെട്ടതാണ്. അത് തിരിച്ചറിയാനുള്ള ഒരു കാഴ്ച അത് സമൂഹത്തിനും ആവശ്യമുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇത്രയും നേരം നമ്മോട് സംസാരിച്ച പിതാവിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വിശദമായ വിഷയങ്ങളിലേക്ക്, ഗൗരവതരമായ വിഷയങ്ങളിലേക്ക് ഈ പ്രോഗ്രാം തുടരും. അതുവരെ നമസ്കാരം.